ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തന്തൂരി മസാലയുടെ റെസിപ്പി, ആ ഒരു മസാല വെച്ചിട്ടാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണത്. ആ ഒരു മസാല മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയും പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സവാള ഒന്ന് ഇങ്ങോട്ടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വെക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തന്തൂരി മസാലയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എങ്കിലും ഒരിത്തിരിയും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത ഈ തന്തൂരി മസാല, ഒരു മസാല ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ തന്തൂരി മസാലയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിക്കന് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ ചിക്കനിൽ നിന്ന് തന്നെ പാകത്തിന് വെള്ളം ഇറങ്ങി വരും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കറി ഒന്ന് തിക്കായിട്ട് വരും വേണം. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. കറിയൊക്കെ അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.